ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പായസമാണ്. അപ്പം നമ്മളൊരു ചെറിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ചവ്വരി, പഞ്ചസാര, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഏലക്കായ, പിന്നെ പാലും നെയ്യും. നമ്മൾ ആദ്യം ഈ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. പൈനാപ്പിൾ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെന്ത് വരുമ്പോൾ തന്നെ ഇതിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി വരും. ഇതങ്ങനെ ഇതിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ മുമ്പേ വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമാണ്. ചൊവ്വരി നമുക്കൊന്ന് വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. 4 സ്പൂണ് പഞ്ചസാര ഇടയിട്ടുണ്ട്. പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് തിളച്ച് വരുന്ന പാലിലേക്ക് ചവ്വരി ചേർക്കാം. ഇനി ഇത് പാലിൽ കിടന്നൊന്ന് നന്നായിട്ട് വെന്ത് വരണം. പൈനാപ്പിൾ വെന്ത് വരുമ്പോൾ അങ്ങനെ തന്നെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം. പൈനാപ്പിൾ ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തണയണം. ഇനി നമുക്കത് തണയാൻ വെക്കാം. ഒരു വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിന്ന് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. പൈനാപ്പിളിൽ കുറച്ച് മധുരം ഇട്ടതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തർക്കും മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയിട്ട് ഇതിൽ ചേർക്കാം. പായസത്തിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അല്ലേ വറുത്തെടുക്കാം. മുന്തിരി ചേർക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർക്കാം. വെച്ചാൽ അണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളും നന്നായിട്ട് തണയണം, അതേപോലെ ഈ പാലും നന്നായിട്ട് തണയണം. ഇത് രണ്ടും നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമുക്ക് പൈനാപ്പിൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് പാല് പിരിഞ്ഞു പോകും പൈനാപ്പിൾ ചേർക്കുമ്പോൾ. പൈനാപ്പിളും ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പാലും ചവ്വരി തണുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ തണുത്ത പൈനാപ്പിൾ നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് മുമ്പ് ചൂടോടെയാണ് വെച്ചാൽ എന്താ വെച്ചാൽ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് രണ്ടും നന്നായി തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ അനിയത്തിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൾ അതിൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ പറയും. അങ്ങനെയുണ്ട്. പൈനാപ്പിൾ പായസം ഒന്ന് എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം.